പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ വേദ പറയാണ്, വിക്രത്തിന് ആ വള വേണമെങ്കിൽ ചോദിച്ചാൽ പോരായിരുന്നോ? ഇങ്ങനൊരു നല്ല കാര്യത്തിനല്ലായിരുന്നോ ഞാനത് തന്നേനെ. അപ്പോൾ വിക്രം പറയാണ്, അത് അപ്പോൾ ചോദിക്കാൻ പറ്റിയില്ല. വേദ നല്ല കുട്ടിയാണ്. കാരണം അച്ഛൻ എന്നെ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞിട്ടും വേദ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വേദ എങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വേദയെ പിടിച്ചു നിർത്താണ് വിക്രം. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാപ്പി ഇട്ട് തരട്ടെ? അപ്പോൾ വേദ പറയാം, ഓ വേണ്ട എന്ന് പറയാണ്. വേദ ഇനി എൻ്റെ നല്ല ഫ്രണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കൂൾ കാലത്ത് എനിക്ക് വേദയെപ്പോലെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേര് രേഷ്മ ശശി എന്നായിരുന്നു. വേദയുടെ അതേ മുഖമായിരുന്നു അവൾക്കും. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളെൻ്റെ പിറന്നാളിന് സമ്മാനം വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ കടയിൽ നിന്ന് സമ്മാനം വാങ്ങിക്കൊണ്ട് ഇറങ്ങി അവളെ ഒരു ലോറി ഇടിച്ചു. അവൾ മരിച്ചു എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന്. അപ്പോൾ വിക്രം പറയാണ്, അതല്ല, പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ വെച്ച്. അവളുടെ പേര് ബിന്ദു കൃഷ്ണ എന്നായിരുന്നു. ഒരു ദിവസം അവൾ റോഡ് ക്രോസ് ചെയ്തപ്പം അവളെ ഒരു ലോറി ഇടിച്ച് അവളും മരിച്ചു പോയി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ കഷ്ടമായി പോയല്ലോ. അപ്പോൾ വേദയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. അത് കഴിഞ്ഞ് വിക്രം പറയാണ്, +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു ആര്യ സുരേഷ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, അവളും ലോറി ഇടിച്ച് തന്നെയാണോ മരിച്ചത്? അപ്പോഴത്തേക്കും വിക്രം പറയാൻ, അല്ല അല്ല, അത് തീവണ്ടി അപകടം. തീവണ്ടി അപകടമോ എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ, ആ പെരുമൺ ദുരന്തം. അപ്പോൾ വേദ പറയാണ്, അതൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ? ആണോ? എന്നാൽ ഏതെങ്കിലും ഒരു ദുരന്തം, എന്തായാലും ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. വേദ അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേദിയോട് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വേർപെട്ട് പോയിട്ടേ ഉള്ളൂ, എല്ലാവരും മരിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ വേദയും ഉടനെ തന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം. അപ്പോൾ വേദ പറയാ, ആണോ? വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവിടാമെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്കത് പോകാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് ശബ്ദങ്ങളൊക്കെ രാത്രി കേൾക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുക, എന്ത് ശബ്ദം? അതെ, 3 പേരുടെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അവർ 3 പേരും പറയുന്നത് വിക്രമിനെ വിട്ട് പോകരുത് എന്നാ. വിക്രമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ വിക്രം എന്ന് പറയാണ്. അപ്പോൾ വേദയ്ക്ക് അങ്ങനെ പറയുമ്പോൾ വിക്രത്തിന് കാര്യം പിടികിട്ടുക. വിക്രം ഇങ്ങനെ കുപ്പിയെടുത്ത് അടിക്കാനൊക്കെ അമ്പടി കള്ളി എന്നൊക്കെ പറഞ്ഞ്, നാശം, ഇവള് പോവില്ല എൻ്റെ വേതാളമേ എന്ന് പറയാണ്. വേദ പുറത്തേക്ക് ചെല്ലുമ്പം ശ്രീജേച്ചി തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് ചെല്ലുന്ന കണ്ട് ശ്രീജേച്ചി ചോദിക്കുക, എന്താ വേദ ചിരിക്കുന്നത്? വിക്രത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയാണ്, മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പം ശ്രീജേച്ചി പറയാണ്, അതെ, അവൻ മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പഴയ വിക്രം ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്ന് പറയാണ്. ഞാനും അമ്മയൊക്കെ വിചാരിക്കുന്നത് അവൻ മാറുമെന്നാണ്. അപ്പം ഉടനെ വേദ ചോദിക്കുകയാണ്, എന്ത് പറ്റിയതാ? നിങ്ങളത് പറയുന്നില്ലല്ലോ. പഴയ വിക്രം എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അത്രയും നല്ല വ്യക്തിയായിരുന്ന ആൾ ഇങ്ങനെയൊക്കെ ആയിത്തീരണമെങ്കിൽ അതിനൊരു കാരണം കാണും. അന്ന് ഇത് പറയാനായിട്ട് ശ്രീജേച്ചി വന്നപ്പം അന്നും അമ്മ തടഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് നിങ്ങൾ പറയാതെ ഞാൻ എങ്ങനെയാണ് വിക്രത്തിനെ മാറ്റിയെടുക്കേണ്ടത്? ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ, അപ്പം ഞാനിതൊക്കെ അറിയണ്ടേ? ശ്രീജേച്ചി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ എന്ന് പറയാം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കമല അവിടെ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. വീണ്ടും വേദ ചോദിച്ചുകൊണ്ടിരിക്കുക ശ്രീജയോട് കാരണം. അപ്പോൾ കമല ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീജ പറയാനായിട്ട് പോകുമ്പോഴേക്കും കമല അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, എടി ശ്രീജെ എന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീജ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. വിക്രത്തിനെ കുറിച്ചിട്ടുള്ള ആ സത്യമൊന്നും പറയാതെ അങ്ങനെ വേദ അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വേദ വിചാരിക്കുകയാണ്, ഇവരെന്താ ആ കാര്യം മാത്രം എന്നോട് തുറന്ന് പറയാത്തെ? വിക്രത്തെക്കുറിച്ച് എന്തോ വലിയൊരു രഹസ്യമുണ്ടല്ലോ, അതെന്താ ഇവരെന്നിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വേദ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് രാധയുടെ വീടാ കാണിക്കുന്നത്. രാധയെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, എടി പെട്ടെന്നൊന്ന് വാ. അപ്പോൾ രാധ ചോദിക്കുകയാണ്, അതെന്താ ഇവിടെ വല്ലവർക്കും വായ്ഗുളിക വാങ്ങാനുണ്ടോ? എനിക്ക് നല്ല ഓട്ടോ ഉള്ള സമയമായിരുന്നു, നീ ഇങ്ങോട്ട് വന്നേ, അകത്ത് നിന്നെ കാണാൻ 2-3 പേര് വന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഒരു വിവാഹാലോചനയാണ് കേട്ടോ, ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. രാധയെ കാണുമ്പോൾ തന്നെ പയ്യൻ്റെ അമ്മ ചോദിക്കുന്നു, ഓട്ടോ
ഓട്ടോക്കാരിയാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എന്താ ഓട്ടോക്കാരിയാ, കുഴപ്പം എന്താ എന്ന് ചോദിക്കുക. ആ, വിവാഹത്തിന് മുമ്പല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ, വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട്, അതെന്താ വിവാഹം കഴിഞ്ഞാൽ ഓട്ടോ ഓടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആഹാ, ഇതാണോ കാപ്പ് കുടിക്കാൻ വന്ന പയ്യൻ, ഇതാരാ, ഇത് ഗണേശൻ എന്നിങ്ങനെ പറയുക കേട്ടോ. ആ, ഗണേശൻ അപ്പം എല്ലായിടത്തും കാപ്പ് കുടിക്കാനുണ്ടല്ലേ, കാപ്പ് കുടിക്കാൻ വന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധയുടെ അമ്മ കൂട്ടിക്കൊണ്ട് പോവാണ് അകത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, എടി ദേ ഇതൊക്കെ ഉടുത്ത് ഒരുങ്ങി വാ, നിന്നെ കാണാൻ വന്നവരാ, അത് ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതാണോ നല്ല കാര്യം, ഇവർ കാപ്പ് കുടിക്കാൻ വന്നവരല്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കാതെയാണോ ഇതൊക്കെ ചെയ്തേന്നൊക്കെ രാധ ഇങ്ങനെ ചോദിക്കുക. ഒരിക്കലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ രാധയുടെ അമ്മ പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്റെ മനസ്സിലുള്ളത് നടക്കാൻ പോകുന്നില്ലടി, അവൻ വേറെ പെണ്ണും കെട്ടി താമസിക്കുന്നിടത്തോളം കാലം ഈ വിവാഹമേ നടക്കുകയുള്ളൂ, ഇത് നല്ല വിവാഹാലോചനയാണ്, അവർക്ക് 2 മക്കളാ, മൂത്ത മകനെ ജർമ്മനിയിലേക്കാണ് കെട്ടിച്ചു വിട്ടത്, അതെന്താ സായിപ്പാണോ കെട്ടിയത് എന്ന് രാധ ചോദിക്കുക. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, എടാ എടി അവൻ അവിടെ ജോലി, ദേ ഇവനെ കൊണ്ടുപോകും, അപ്പോൾ നിന്നെയും കൊണ്ടുപോകും, നിനക്കും പോകാമല്ലോ, അതെ അതെ പോകാമല്ലോ എന്നിങ്ങനെ പറയാണ് രാധ. എന്നിട്ട് പറയുന്നുണ്ട്, അവർ കാപ്പ് കുടിക്കാൻ വന്നവരല്ലേ, ആ ഏതായാലും വന്ന സ്ഥിതിക്ക് അവരെ ഒന്ന് കണ്ടേക്കാം, എന്തായാലും ദേ ഇതൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങ് വെച്ചേരെ, ഈ വേഷത്തിൽ ഈ യൂണിഫോമിൽ കാണാവുന്നവരങ്ങ് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് രാധ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെന്ന് കഴിയുമ്പോഴേക്കും അവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാധയുടെ അയ്യൻ്റെ അമ്മ അപ്പോൾ പറയാണ് കേട്ടോ, അയ്യപ്പേട്ടൻ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളെ ചിരിച്ച് കളിച്ച് നടക്കട്ടെ, വിവാഹശേഷം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ രാധ ചോദിക്കുക, അതെന്താ വിവാഹശേഷം നിങ്ങളുടെ ഇവിടെ പെണ്ണുങ്ങളൊന്നും ചിരിക്കാറില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എത്രാമത്തെ പെണ്ണ് കാണല എന്ന് ചോദിക്കുക, എത്രാമത്തെ കാപ്പുകൂടിയാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇത് 32ാമത്തെ കാപ്പുകൂടിയാണ് ഗണേശൻ്റെ എന്ന് പറയാണ്. അപ്പോൾ രാധ പറയാം, ആഹാ കൊള്ളാവല്ലോ, 32ാമത്തെ കാപ്പുകൂടിയാണോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരു കാപ്പുകൂടിയും കൂടെ നടക്കാം, അപ്പോൾ 33 തികയ്ക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാം ചിരിക്കുന്നുണ്ടെങ്കിലും പയ്യൻ്റെ അമ്മയും ഒക്കെ പറയുന്നുണ്ട്, അപ്പം അയ്യപ്പേട്ടൻ മോള് തമാശ പറയുമെന്ന് പറഞ്ഞത് ഞങ്ങളെ അപമാനിക്കലാണല്ലേ എന്ന് പറയാണ്. അപ്പോൾ രാധ പറയാണ്, നിങ്ങളെ ഞാനല്ല അപമാനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ്, എനിക്ക് മറ്റൊരാളുമായിട്ട് ഇഷ്ടമാണ് എന്ന കാര്യം ഇവർക്കൊക്കെ അറിയാം, അത് മറച്ചു വെച്ച് നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് ഇവരാണ്, അതുകൊണ്ട് ഞാനല്ല നിങ്ങളെ അപമാനിച്ചത്, ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പയ്യൻ്റെ അമ്മ പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ, ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളെ അപമാനിച്ചു വിടുക അല്ലേ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പയ്യനെ വിളിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ രാധയുടെ അമ്മ അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാണ്, എടി നീ എന്തായാലും ഒരു നല്ല കാര്യം നടക്കട്ടെ എന്ന് നോക്കുമ്പം അതിന് സമ്മതിക്കില്ല, നിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്നറിയാം, അവൻ വേറെ പെണ്ണും കെട്ടി താമസിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാധ പറയാണ്, അവനെ എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം, വിക്രം എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം വേറൊരു പെണ്ണ് കെട്ടിയാലും ഞാനതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ രാധയുടെ അമ്മ പറയാണ്, നിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവൻ്റെ മനസ്സിൽ നീ ഇല്ലെന്നുള്ള കാര്യം മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വേറെ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറയാണ്. ആ പൊട്ടനെ നോക്കി അവിടെ ജീവിക്കുന്ന ഒരുത്തിയാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ ഞാൻ ഇപ്പോഴും മാന്യമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെലവിന് കൊണ്ട് തരുന്നില്ലേ, അത് മതി, അങ്ങനെയുള്ള എന്നെ തന്നെ അങ്ങോട്ട് വിവാഹം കഴിച്ചു വിടാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, നീ ഇതിന് സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കൂ, ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്ന് പറയാം. അപ്പോൾ രാധ പറയണം, ഓഹോ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ തീപ്പെട്ടിയും കൊണ്ട് വരാം എന്ന് പറയാണ്. എടി നീ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ലടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രാധയുടെ അമ്മ അകത്തേക്ക് കയറി പോവാണ്. രാധ അവിടെ ഇരിക്കുന്ന ആ ലഡു ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയുടെ അമ്മയാണ്, പത്മ. ഇങ്ങനെ പറയാണ്, അമ്മ എന്ത് വിചാരിച്ചിട്ടാ ഇങ്ങനെയൊക്കെ, ശങ്കരേട്ടൻ അറിഞ്ഞാൽ ഇത് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ശങ്കരൻ അറിയേണ്ടെന്ന് വയ്ക്കണം, അല്ല എന്തായാലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നാൽ അവരത് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയാണ്, അതെ അംഗീകരിക്കും, ആ വീട്ടിലെ അമ്മ അവളെ മരുമകളായിട്ട് കണ്ടതല്ലേ, പിന്നെ നമ്മൾ സാധനങ്ങളും കൂടി ചെന്നാൽ അത് അംഗീകരിക്കും, അവൾ അവിടെ താമസിക്കുകയാണെങ്കിലും അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ, വിവാഹം കഴിഞ്ഞ് കുട്ടിക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുക തന്നെ ചെയ്യണം, ഇവിടെ എന്തെല്ലാം സുഖസൗകര്യങ്ങളോടെ ജീവിച്ചവളോ അവൾ, അവിടെ ചെല്ലുമ്പോഴും അവൾക്കൊരു കുറവും ഉണ്ടാകാൻ പാടില്ല, എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണമെന്ന് പറയുക
പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ പത്മ പറയാണ്, അതെങ്ങനെയാ, അതിനൊക്കെ ഉള്ള പണം വേണ്ടേ, ഞാൻ പണം എടുത്തു കഴിഞ്ഞാൽ ശങ്കരേട്ടൻ അതൊക്കെ അറിയും എന്ന് പറയാണ്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ വാങ്ങേണ്ട സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റൊക്കെ എടുത്തു, അതിനൊക്കെയുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും വേദമോളുടെ അടുത്ത് പോയി അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തു കൊടുക്കണം, അത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അവകാശമാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ശ്രീനിവാസൻ സാറ് ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വിക്രത്തിന്. എന്നിട്ട് പറയുന്നുണ്ട്, സുധ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചായ ഇടുക എന്ന് പറയുമ്പം വിക്രം പറയുന്നുണ്ട്, എനിക്ക് ചായയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പം ശ്രീനിവാസൻ സാറ് പറയാണ്, എനിക്ക് വേണമല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ടും ആ ഓട്ടോക്കാരി നിന്നെ വിടാൻ ഭാവമില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, അതെ, അവൾ അങ്ങനെ ഒരെണ്ണം എന്ന് പറയുമ്പം ശ്രീനിവാസ സാറ് പറയാണ്, അവൾക്ക് നീ മോഹം കൊടുത്തിട്ടല്ലേ, അവളുടെ മനസ്സിൽ നീ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, ഞാൻ ഒരിക്കലും അവൾക്ക് മോഹം കൊടുത്തിട്ടില്ല, ഒരിക്കലും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം ശ്രീനിവാസൻ സാറ് പറയാണ്, അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ മുമ്പിൽ നിൻ്റെ പേരെഴുതും അവൾ, അതൊക്കെ അവളുടെ ഓരോ വട്ടത്തരങ്ങളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, അവൾ അങ്ങനെയായിപ്പോയി എന്ന് പറയുമ്പം ശ്രീനിവാസ സാറ് പറയാണ്, അതങ്ങനെയാണ്, പെണ്ണുങ്ങളുടെ സ്നേഹം അങ്ങനെയാണ്, ആണുങ്ങൾക്ക് പ്രേമമുണ്ടായ അവർ 10 പേരോട് വിളിച്ചു പറഞ്ഞ് നടക്കും, പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, അത് മനസ്സിൽ കൊണ്ട് നടക്കും, അതാ ഇപ്പോൾ രാധയും ചെയ്തതെന്ന് പറയാണ്. എങ്ങനെ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ശ്രീനിവാസൻ സാറ് പറയാണ്, അതിനൊരു കാര്യം ചെയ്യേണ്ടി വരുമെന്ന് പറയാണ്, നിൻ്റെ മനസ്സിൽ അവളില്ലാന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം, അതിന് നീയും വേദയും ഒന്നിച്ച് ജീവിക്കണം, നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ രാധ അതിൽ നിന്ന് പിന്തിരിയുള്ളൂ എന്ന് ശ്രീനിവാസ സാറ് പറയുമ്പം ഇങ്ങനെ കേട്ടിരിക്കുന്ന വിക്രത്തെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്